അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെ മോസ്റ്റ് ഫേമസ് ആൻഡ് ലാർജസ്റ്റ് വാട്ടർഫോൾ ആണ് അതിരപ്പള്ളി വാട്ടർഫോൾ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സുബീഷ് ചുള്ളിക്കൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒന്നും കൂടെ ഫോളോ ചെയ്യണേ. വലിപ്പം കൊണ്ട് ദ നയാഗ്ര ഓഫ് സൗത്ത് ഇന്ത്യ എന്നും അതിരപ്പള്ളി വാട്ടർഫോൾ അറിയപ്പെടുന്നു. 60ഓളം സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പള്ളി വാട്ടർഫോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഏപ്രിൽ 21-ാം തീയതി, അതായത് നമ്മൾ വിഷുവിൻ്റെ ടൈമിൽ പോയൊരു ഫാമിലി ട്രിപ്പിൻ്റെ വീഡിയോസാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മോടൊപ്പം അച്ഛനമ്മ, 2 അളിയൻസ്, അതുപോലെ സിസ്റ്റേഴ്സ്, നെഫ്യൂ, നീസ് എല്ലാവരും കൂടെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വളരെ വൈകിയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി വാട്ടർഫാൾസ് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഈ അതിരപ്പള്ളി റൂട്ടിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയാത്തതിലും കൂടുതൽ കാഴ്ചകളും ആക്ടിവിറ്റീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഒരു 8-8:30 മണിക്ക് അതിരപ്പള്ളി എത്താവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ടിലുള്ള എല്ലാ കാഴ്ചകളും ആക്ടിവിറ്റീസും ഒരു ദിവസം കൊണ്ട് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി പഞ്ചായത്തിലാണ്. ചാലക്കുടി പുഴയുടെ ഒരു ഭാഗമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. തൃശ്ശൂരിൽ നിന്നും 58 കിലോമീറ്ററും ചാലക്കുടിയിൽ നിന്നും 31 കിലോമീറ്ററും എറണാകുളത്ത് നിന്നും 73 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 39 കിലോമീറ്ററുമാണ് അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള ദൂരം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. കുന്നംകുളം കാണിപ്പയ്യൂര് ഇന്ത്യൻ കോഫി ഹൗസ് എന്നാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. 1958 തൃശ്ശൂരില് കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് നിലവിൽ വന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന AKG 1958 തൃശ്ശൂരിൽ രൂപം നൽകിയ ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷൻ എന്ന തൊഴിലാളി സഹകരണ സംഘമാണ് ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖല നടത്തുന്നത്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ റെസ്റ്റോറൻറ്റ്. പിന്നെ വെയിറ്റേഴ്സിൻ്റെ ഡ്രസ് കോഡ്, അതൊരു യുണീക്കായിട്ടുള്ളൊരു അടിപൊളി സംഭവം.
നല്ല ഫുഡും നല്ല സർവീസും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ചാലക്കുടി ടു അതിരപ്പള്ളി റൂട്ടിൽ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്, തുമ്പൂർമുഴി ഹാങ്ങിങ് ബ്രിഡ്ജ്, സിൽവർ സ്റ്റോം അമ്യൂസ്മെന്റ് പാർക്ക്. ഫ്രണ്ട്സ്, നമ്മൾ 4:30 കൂടിയിട്ടാണ് അതിരപ്പള്ളി എത്തുന്നത്. അതിരപ്പള്ളി ടിക്കറ്റ് കൊണ്ട് നമുക്ക് വാഴച്ചാലും വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, വാട്ടർഫോളിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. വാട്ടർഫോളിന്റെ താഴത്തേക്കുള്ള പ്രവേശനം 5 മണി വരെ മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം താഴെ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവര്, കാലുമുട്ട് വേദന, അതുപോലെ ഫിസിക്കലി ഫിറ്റ്നസ് ഇല്ലാത്തവരൊന്നും താഴത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തിരിച്ചു കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 25 മീറ്ററും ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 100 മീറ്ററുമാണ്.
ഫ്രണ്ട്സ്, അതിരപ്പള്ളിയിൽ നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഴാച്ചാലെത്താം. അതിരപ്പള്ളിയിലെ സെയിം ടിക്കറ്റിൽ തന്നെ നമുക്ക് വാഴാച്ചാലം വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ടൈം വൈകിയത് കൊണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല.